ഇവിടെ കാണിക്കുന്നത് കുറച്ച് മോഡേണായിട്ട് ഷോർട്ട് ടോപ്പിൻ്റെ കൂടെയും കുർത്തിയുടെ കൂടെയൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബോട്ടമാണ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുന്നത്. ഇനി അത്യാവശ്യം സീറ്റ് ലൂസും അതേപോലെ താഴോട്ട് വരുമ്പോൾ നല്ല ഫിറ്റായിട്ടും കാലിനോട് ചേർന്ന് കിടക്കുന്നതും അതേപോലെ തന്നെ മുകളിൽ ഇലാസ്റ്റിക് വെച്ചതുമായിട്ടുള്ള ഒരു തരം ബോട്ടമാണ് നിങ്ങളെ ഞാനിവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ലെന്തെന്ന് പറയുന്നത് ഞാനിവിടെ എനിക്ക് വേണ്ടത് 34 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഇതിൻ്റെ അളവുകൾ എങ്ങനെയൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടുന്ന അളവുകളും അതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ലെന്തെന്ന് പറയുന്നത് 34 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് ഇലാസ്റ്റിക്കിന് എടുക്കുന്നുണ്ട്. പിന്നെ 1 ഇഞ്ച് അതായത് കാലിൻ്റെ അറ്റം മടക്കി അടിക്കുന്നതിനും എടുക്കുന്നുണ്ട്. അങ്ങനെ 37 ഇഞ്ചാണ് ഞാൻ ടോട്ടൽ ഫുൾ ലെന്തായിട്ട് ഞാനിവിടെ എടുക്കുന്നത്. ഇനിയെന്ന് വെച്ചാൽ ഹിപ്പ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ഇത് ഇടുന്നു പാൻറ് ഇടുന്നു അവിടുത്തെ അളവാണ് ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ 30 ഇഞ്ചാണ് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് 7.5 ഇഞ്ച് കിട്ടുന്നു. അതിന് 1.5 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. അങ്ങനെ 9.5 ഇഞ്ചാണ് നമുക്ക് ഹിപ്പ് റൗണ്ട് ടോട്ടലായിട്ട് കിട്ടുന്നത്. പിന്നെ വരുന്നത് ക്രോച്ച് ഏരിയയാണ്. ക്രോച്ച് ഏരിയ എന്ന് പറയുന്നത് കുട്ടികൾക്കാണെങ്കിൽ 8 അല്ലെങ്കിൽ 9 ഇഞ്ച് കൊടുക്കുക. അല്ല അഡൾട്ടിനാണെങ്കിൽ നമുക്ക് 10.5 അല്ലെങ്കിൽ 11 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ തുണിയെ രണ്ടായിട്ട് മടക്കുക. അത് 2 പീസായിട്ടാണ് നമ്മൾ സെപ്പറേറ്റാണ് കട്ട് ചെയ്യുന്നത്. അല്ലാതെ 4 മടക്കിയെടുത്തല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും പ്രത്യേകം കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഇതേപോലെ ഇതാണ് ക്രോച്ച് ഏരിയ. അതാണ് 8 അല്ലെങ്കിൽ കുട്ടികൾ ഞാനിപ്പം 34 ഇഞ്ച് ലെങ്തേ ഉള്ളൂ. അതുകൊണ്ട് ആണ് ഞാൻ 8 അല്ലെങ്കിൽ 9 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 8 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. താഴെ അതേപോലെ 1 ഇഞ്ച് മടക്കി അടിക്കാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ തുണി ഇതേപോലെ ഞാനിവിടെ ഒരു പീസാണ് ഇട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, 4 പീസില്ല, 2ആയിട്ട് മടക്കി മാത്രം ഒറ്റ പീസ് 2ആയിട്ട് മടക്കിയിട്ടാണ് എടുക്കുന്നത്. ഞാൻ ഇതേപോലെ 2 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടാണ് മുകളിൽ ബെൽറ്റ് പോലെ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ മുകളിൽ ഇതേപോലെ എടുത്തിരിക്കുന്നത്. ഇവിടെ അതേപോലെ അതിൻ്റെ നമ്മൾ 9.5 ഇഞ്ച് എടുക്കും. എന്നിട്ട് അതിന് താഴോട്ട് ക്രോച്ച് ഏരിയയാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ചും കൂടെ ലൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വളവിന് വേണ്ടി ക്രോച്ച് ഏരിയയുടെ ആ വളവിന് വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ ക്രോച്ച് ഏരിയ ഭാഗത്തിൻ്റെ എൻഡും ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗമില്ലേ, നമ്മുടെ തുണിയുടെ ഫോൾഡ് ചെയ്തിരിക്കുന്ന അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ഒരു ടോട്ടൽ എനിക്ക് 10 ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 5 എടുത്തിരിക്കുകയാണ്. അതേപോലെ ആ മിഡ് പോയിൻ്റ് നമ്മുടെ ക്ലോത്തിൻ്റെ താഴെ അറ്റത്തും നമ്മൾ അതേപോലെ തന്നെ അടയാളപ്പെടുത്തുക. അതുകൊണ്ട് ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തുനിന്ന് ഞാൻ 5 ഇഞ്ച് അങ്ങോട്ട് അടയാളപ്പെടുത്തി എളുപ്പത്തിന് വേണ്ടിയിട്ട് മിഡ് പോയിൻ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് തന്നെ ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും ഒരു 3 ഇഞ്ച് വീതം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ കാലിൻ്റെ ആ അളവിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു ഷേപ്പിന് വേണ്ടിയിട്ട്. അത് ലൂസില്ലാത്ത ഒരു പാൻറ്റാണ് ഇത് ചെയ്യുന്നത്. അത് ആ പാർട്ടുകൾ രണ്ടും നമ്മൾ മുകളിലെ അറ്റമായിട്ട് ഷേപ്പ് ചെയ്ത് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു ചരിവ് വരും, സ്ട്രെയിറ്റ് അല്ല, ചെറിയൊരു ചരിവ് വരും. നിങ്ങൾക്കിപ്പോൾ ഇതിൽ സ്ട്രെയിറ്റ് ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷേ സ്ട്രെയിറ്റ് അല്ല കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടല്ല ഞാൻ ലൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ ഒരു ചെറിയൊരു ചരിവ് വരും കേട്ടോ. അങ്ങനെ വേണം ഇതേപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാൻ. താഴോട്ട് 1 ഇഞ്ച് മടക്കി അടിക്കാനും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കട്ട് ചെയ്തപ്പോൾ ചെറിയൊരു വളവ് വന്ന് അതിനെ ഒന്ന് നീറ്റാക്കി കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണേ. പിന്നെ ഇനി നമുക്ക് അടുത്ത പാർട്ട് ചെയ്യണം, അതായത് ബാക്ക് പാർട്ട്. ഇത് ഫ്രണ്ട് പാർട്ടാണ്, ബാക്ക് പാർട്ട് ചെയ്യണം. അതേപോലെ തന്നെ
ഫ്രണ്ട് പാർട്ട് ചെയ്ത അതേ ലെങ്തിൽ തന്നെയാണ് ഞാനിവിടെ ബാക്ക് പാർട്ടിന് ക്ലോത്ത് എടുക്കുന്നത്. ലെങ്തിനൊന്നും വ്യത്യാസമില്ല. നമുക്ക് വിഡ്ത്തിന്, അത് സീറ്റിൻ്റെ അവിടുത്തെ ആ വീതിക്ക് കുറച്ചുകൂടെ ഒരു 2 ഇഞ്ചും കൂടെ ഞാൻ അധികം ഇടുന്നുണ്ട്. 2 ഇഞ്ചും കൂടെ അധികം ഇട്ടാണ് സീറ്റിൻ്റെ ആ ലെങ്ത് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ബാക്കിയെല്ലാം നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത പോലെ തന്നെയാണ്. ആ ഒരു വ്യത്യാസം ബാക്ക് പാർട്ടിനൂടെ ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എളുപ്പം നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടമാണിത്. അത് ധരിച്ചാൽ അതിൻ്റേതായ ഒരു ഇതേപോലെ മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ ധരിക്കാൻ നല്ലൊരു ലുക്ക് തന്നെയാണ്. ഇതിന് വേണമെങ്കിൽ ഞാൻ അടിയിൽ 1 ഇഞ്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. മടക്കി അടിക്കാൻ വേണമെങ്കിൽ 4 ഇഞ്ചൊക്കെ ഇട്ട് കട്ടിക്ക് മടക്കി അടിക്കാം. ഇതേപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ ക്രോച്ച് ഏരിയ രണ്ടും ഇതേപോലെ യോജിപ്പിച്ചെടുക്കുക. അതേപോലെ ബാക്ക് പാർട്ടിൻ്റെ ഞാൻ ഇത് കട്ട് ചെയ്ത് 2 ആക്കിയില്ലായിരുന്നു, ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ ക്രോച്ച് ഏരിയ, ബാക്ക് പാർട്ടിൻ്റെയും ക്രോച്ച് ഏരിയ 2 എണ്ണവും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിന് ഞാൻ ഇനിയിപ്പം നല്ല വശവും ഇതിപ്പോൾ ഞാൻ തിരിച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, ആ സ്റ്റിച്ചിങ് ലൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചിട്ടിരിക്കുന്നത്. ഇനിയിപ്പം ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശവും ചേർത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇതേപോലെ ഒരു പാർട്ടിൻ്റെ നല്ല വശം ഇതേപോലെ ആക്കിയിടുക. അടുത്ത പാർട്ടിൻ്റെയും നല്ല വശം അകത്ത് വരത്തക്ക രീതിയിൽ കണ്ടോ. ഇവിടെ നമുക്ക് കാണുന്ന വശത്ത് സ്റ്റിച്ചിങ് പോകുന്ന ആ പാർട്ടാണ്, അതായത് ചീത്ത വശമാണ്. അങ്ങനെ വെച്ച് നമ്മൾ ഇതിനെ കറക്റ്റായിട്ടൊക്കെ ഒന്ന് പിടിച്ച് വയ്ക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കറിയാം ഒരു പാർട്ട് ബാക്ക് പാർട്ടിന് എന്തായാലും വീതി കൂടുതലാണ് കേട്ടോ. ഒരേ അളവായിരിക്കത്തില്ല, 2 വീതിയായിരിക്കും കാലിനൊക്കെ വരുന്നത്. ഫസ്റ്റിലെ അതിന് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡ് പാർട്ട് സ്റ്റിച്ച് ചെയ്താണ്ട് ഈ പാർട്ടും അതേപോലെ തന്നെ ഈ പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റുക. അതിന് ശേഷമാണ് നമുക്ക് ആ വി പോലെ വരുന്ന പാർട്ടില്ലേ, സെൻറ്റർ പാർട്ടില്ലേ, സെൻറ്റർ ആ പോർഷനില്ലേ, ആ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ അടിവശം നമ്മൾ 1 ഇഞ്ചിൽ നമ്മൾ മടക്കി അടിക്കുന്നത്. ഇപ്പം ഞാൻ ഇത് മടക്കി അടിച്ച് കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നമ്മുടെ ബെൽറ്റിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത്. അവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പിൻ്റെ അളവാണ്. 30 ഇഞ്ചായിരുന്നല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, 30 ഇഞ്ചായിരുന്നു ഇവിടെ. അതുകൊണ്ട് ഒരു പീസിൽ തന്നെ 15 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ 2 ഇഞ്ച് ലൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്ക് അതായത് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. അന്നേരം ഇപ്പം നമുക്ക് 30 ഇഞ്ചല്ലേ കിട്ടിയത്. അതിൽ നിന്ന് നമ്മൾ 30 ഇഞ്ചാണെങ്കിൽ അതിൽ നിന്ന് ഒരു 8 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യുക. ബാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. ബാക്കി വരുന്നത് എത്രയാണോ, 8 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണോ വരുന്നത് അതാണ് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ അളവ്. ഇപ്പം ഞാൻ ആദ്യമേ ചെയ്യുന്നത് ആ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട ഭാഗം ഇതേപോലെ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് അല്ല, ഒരു 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. അത്രയ്ക്ക് വീതി മതിയാകും, ഒത്തിരി വീതിയൊന്നും വേണ്ട. ആ ഇലാസ്റ്റിക് കയറുന്ന തരത്തിൽ കട്ടിക്കൊന്ന് വൃത്തിയായിട്ട് ചെയ്യുക. ഒരു ഇച്ചിരി നമുക്ക് കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. ആ പോർഷനെ ബെൽറ്റിൻ്റെ ഭാഗം ഇച്ചിരി കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. വലിയവർക്ക് ആണെങ്കിൽ എപ്പോഴും 1 ഇഞ്ചിൻ്റെയൊക്കെ ഇതിടേണ്ടി വരും കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക്. കുട്ടികൾക്കായോണ്ടാണ് ഞാൻ ഈ ചെറുത് ഇട്ടത്. ഇതേപോലെ ആ ഇലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് ഒരു പിൻ കോർത്തിട്ട് നമുക്ക് ഇതിനകത്തൂടെ കയറ്റി എടുക്കാം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓർക്കണം, കൂട്ടി അടിച്ച് വെക്കരുതേ. ഒരു 2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടതിന് ശേഷമേ 2 അറ്റം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്താവൂ. ആ വരുന്ന പോർഷനിലൂടെയാണ് നമ്മൾ ഇതിൽ ഇലാസ്റ്റിക് കയറ്റുന്നത്. അതുകൊണ്ട് ഇതേപോലെ ഒരു വശത്തൂടെ അതിനെ പിൻ കുത്തി ഇതേപോലെ എടുക്കുക, മറുവശത്തൂടെ പുറത്തെടുക്കുക. ഇതേപോലെ എടുത്തിട്ട് നമ്മൾ 1 ഇഞ്ച് ഇലാസ്റ്റിക്കിന് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്രയാണോ അളവ്, 8 ഇഞ്ച് മൈനസ് ചെയ്തപ്പോൾ എത്രയാണോ, 30-ൽ നിന്ന് 8 ഇഞ്ച് മൈനസ് ചെയ്തപ്പോൾ എത്രയാണോ കിട്ടി, അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക്. ഇത് നമ്മൾ അതേപോലെ കൂട്ടിയടിക്കുക. ആ 1 ഇഞ്ചിട്ട് നമ്മൾ കൂട്ടിയടിക്കുക. കൂട്ടിയടിക്കുമ്പോൾ ഇലാസ്റ്റിക് ആ
സ്റ്റിച്ചിങ് അകത്ത് പോകും, ബെൽറ്റിനകത്ത് പോകും. എന്നിട്ട് കുറച്ച് ഭാഗം 2 ഇഞ്ച് ഓപ്പണായിട്ട് കിടക്കുന്നില്ലേ, അവിടെയും കൂടെ നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ അങ്ങ് ക്ലോസ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പുതിയ ഏതെങ്കിലും മോഡൽസ് വേണമെങ്കിലും നിങ്ങൾ അറിയിച്ചാൽ മതി. അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.